ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമാൻ്റെ മിണ്ടാതെ പോകുമ്പോൾ അവിടെ ഒരു കോളിംഗ് ബെല്ലടി കേൾക്കുകയാണേ. രാമേട്ട ആരാ നോക്ക് എന്ന് പറയുമ്പോൾ രാമേട്ടനൊന്നും വരുന്നില്ലേ. വീണ്ടും അശ്വിൻ തന്നെ പോയി തുറക്കുകയാണ് കേട്ടോ. അത് മറ്റാരും ആവില്ല, നമ്മുടെ മുത്തശ്ശി തന്നെയായിരിക്കും. അമ്പലത്തിൽ പോയിട്ട് വരികയായിരിക്കും. മുത്തശ്ശി ഇത് രാവിലെ തന്നെ എവിടെ പോയതാ? അപ്പോൾ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയതാന്ന് പറയണ്ടേ. ഇവിടെ എല്ലാവർക്കും എന്ത് പറ്റി? മനോരമാൻ്റെ ഒന്നും മിണ്ടുന്നില്ല, രാമേട്ടനൊന്നും മിണ്ടില്ല, ദേ ഇപ്പോൾ മുത്തശ്ശിയും മിണ്ടുന്നില്ല. ഇവിടെ എന്താ എല്ലാവർക്കും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അങ്ങ് അകത്തേക്ക് പോവാണേ. അങ്ങനെ എല്ലാവരും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ആരും ഒന്നും സംസാരിക്കാതെ തന്നെയാണ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് അശ്വിൻ ചെല്ലാണ് കേട്ടോ. അശ്വിൻ വന്നിട്ട് ആ ചെയറിങ് വലിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ചെവി പൊത്താണേ. വീണ്ടും അശ്വിൻ ജഗ്ഗിൽ നിന്നും വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ടും എല്ലാവരും ചെവി പൊത്താണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും കറിയും എടുക്കുന്ന നേരത്ത് ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെടുക്കല്ലേ എന്നുള്ള കാര്യം. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഓടിപ്പോയി മോഹൻ അങ്കിളിനോട് ഒരു പേപ്പർ കഷ്ണം വാങ്ങിയിട്ട് എഴുതി മുത്തശ്ശിയുടെ കയ്യിൽ അശ്വിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണേ. ഇതിൽ മധുരം ചേർത്തിട്ടുണ്ട്, അത് കഴിക്കണ്ട. ഓ, ഇതിൽ മധുരം ഉണ്ടെന്നാണോ? നിങ്ങൾക്ക് എന്താ വായ തുറന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് എന്താ പറ്റിയേ? എനിക്ക് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയുന്നുണ്ട് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒരു ചവിട്ട് അങ്ങ് കൊടുക്കട്ടോ. എൻ്റെ മമ്മി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒന്നും മിണ്ടുന്നില്ലേ. അങ്ങനെ കുറെ ഒച്ചപ്പാടൊക്കെ ആയിട്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെവി പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മോഹൻ അങ്കിൾ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കാൻ നേരത്ത് ജഗ്ഗിൽ വെള്ളം ഉണ്ടാവില്ലേ, ശ്രുതി ആയിരിക്കും കേട്ടോ വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവാ. അപ്പം അശ്വിൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ചിരിക്കുന്നുമുണ്ട്. ഇതൊക്കെ നമ്മുടെ അശ്വിൻ കാണുകയാണേ. ശ്രുതി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ അശ്വിനെ കണ്ടതും മുഖം അങ്ങ് വല്ലാണ്ടായി പോവാണേ. എന്നിട്ട് ശ്രുതി അവിടുന്ന് വേഗം ജഗ്ഗും കൊണ്ടുവരുമ്പോൾ നമ്മുടെ അശ്വിൻ വന്ന് തടഞ്ഞു നിർത്താണേ. എന്നിട്ട് ആ ജഗ്ഗ് രാമേട്ടനെ കൊടുത്തിട്ട് എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശം? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നീയാണ് ഈ നാടകത്തിന് പിന്നിലെന്ന് എനിക്ക് അറിയാം. എന്തിനാ എല്ലാവരും ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്? നീ അത് പറയാതെ ഇവിടെ നിന്ന് പോവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഞാനല്ല ഒന്നും കാണിച്ചു കൂട്ടിയത്, സാറ് തന്നെ. സാറല്ലേ പറഞ്ഞത് സാറിന് ഇവിടെ ഉണ്ടാവുന്ന ഒച്ചയും ബഹളവും ഒന്നും ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അപ്പം അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ഇവിടെ ഇനി ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ളത്. ഇതിനെങ്ങനെ ഞാൻ കാരണക്കാരിയാവും എന്നൊക്കെ ചോദിക്കട്ടോ. ഓഹോ, അതാണോ കാര്യം? അപ്പം എൻ്റെ ഡിസിഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവരുടെ അടുത്തേക്ക് തന്നെ പോവാണേ. എന്നിട്ട് അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനെടുത്ത ഡിസിഷനാണല്ലേ നിങ്ങളുടെ ഈ നാടകത്തിന് പിന്നിൽ? എന്നിട്ട് അശ്വിൻ ചോദിക്കുന്നു ചേച്ചി ഇവിടെ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജലി മുകളിലുണ്ട് പറയുമ്പോൾ എനിക്ക് മുത്തശ്ശിയോട് എന്ന് പറഞ്ഞിട്ട് ആംഗ്യ ഭാഷയിൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. കരയുന്നത് മുകളിലിരുന്ന് കരയാണെന്നുള്ള കാര്യം. അശ്വിൻ വേഗം ഒരു പ്ലേറ്റില് ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് ശ്രുതിയെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അഞ്ജലിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അശ്വിൻ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇവരുടെ അടുത്തേക്ക് വരികയാണേ. എന്താ ശ്രുതി, നമ്മുടെ പ്ലാൻ വിജയിക്കോ? വിജയിക്കും മുത്തശ്ശി, എനിക്ക് ഉറപ്പാ എന്ന് പറയട്ടോ ശ്രുതി. എന്നിട്ട് അയ്യോ അഞ്ജലി മാഡം ഭക്ഷണം കഴിക്കായിരിക്കും, ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അഞ്ജലിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ അഞ്ജലി മാഡം, അശ്വിൻ സാർ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയണേ. എന്നിട്ട് കട്ടാക്കി എല്ലാവരും കൂടി ഭയങ്കര ചിരിയാട്ടോ. അഞ്ജലിയാണെങ്കിൽ റൂമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഭക്ഷണം എടുത്തിട്ട് ഒരു ഷീറ്റ് എടുത്ത് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ വരവ്. എന്താ ചേച്ചി ഇത്? എല്ലാവരെയും പോലെ ചേച്ചിയും മിണ്ടാതിരിക്കാനാണോ ഭാവം? ചേച്ചിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും എന്നോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? മുത്തശ്ശിയും മനോരമാൻ്റെയും ആകാശും മോഹനാങ്കളും ഇപ്പൊ ചേച്ചിയും അതെ. എന്താ തെറ്റ് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ കുഞ്ഞ എല്ലാവരും നിന്നോട് മാത്രമല്ലല്ലോ മിണ്ടാത്തത്, എല്ലാവരും മറ്റുള്ളവരോടും മിണ്ടുന്നില്ല. ഇതിനുള്ള കാരണം നീ അന്വേഷിച്ചോ? ഇവിടെ ആചാരപ്രകാരം ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടായത്. ഇതിനുള്ള ഒച്ചയും ബഹളവും നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചടങ്ങ് നീ ഒഴിവാക്കുന്നു. അതില് ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ബോധേഡല്ല ചേച്ചി. ചേച്ചിക്ക് വിഷമമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് പ്രശ്നം എന്ന് പറയാൻ കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, എന്തോരം പ്രതീക്ഷകളായിട്ടാ പ്രീതി ആകാശിന്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഓരോരോ സില്ലി കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രധാന ചടങ്ങുകളാണ് ഇല്ലാതാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അശ്വിനും പിന്നെ സമ്മതിക്കാതെ നിവൃത്തിയില്ല കേട്ടോ. എനിക്ക് മനസ്സിലായി ചേച്ചി, ഇനി ഞാൻ കാരണം നിങ്ങളുടെ ആ ചടങ്ങ് മുടങ്ങണ്ട. സംഗീതോ ഹൽദിയോ മെഹന്തിയോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ, പക്ഷെ ചേച്ചി ഭക്ഷണം കഴിക്കണം എന്ന് പറയണേ. അപ്പൊ നമ്മുടെ അഞ്ജലി അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, ഇനി അതിന്റെ പുറകെ ഇനിയും ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല കുഞ്ഞാ, ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് എത്താണ് കേട്ടോ. അഞ്ജലി മാഡം എന്താ എന്ന് ചോദിക്കട്ടോ അശ്വിൻ. അല്ല, അഞ്ജലി മാഡത്തിനെ മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറയണേ. അപ്പോൾ അശ്വിൻ്റെ തീരുമാനം കേൾക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും എനിക്കെയും മനോരമയൊക്കെ റൂമിന് പുറത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ. അപ്പോൾ ഇത് അശ്വിൻ കാണുകയും അശ്വിൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ഇനി എല്ലാവർക്കും ഈ നാടകം മതിയാക്കാം, പുറത്ത് നിൽക്കുന്നവർ അകത്തേക്ക് വരാം എന്ന് പറയണേ. അപ്പോൾ മുത്തശ്ശിയും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ എൻ്റെ തീരുമാനം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അവരവരുടെ നാടകം മതിയാക്കാം എന്ന് പറയണേ. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ സംഗീതത്തിന് സമ്മതിച്ചു, എന്താ എല്ലാവർക്കും സന്തോഷമായില്ലേ മുത്തശ്ശി, ഇപ്പം തന്നെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും കൂട്ടിയിട്ട് അഞ്ജലിയും മനോരമയും പുറത്തേക്ക് പോവാണേ. അപ്പോൾ നമ്മുടെ ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, കൂടെ എനിക്കയും ഉണ്ട്. അപ്പോൾ കുറച്ചു നേരം അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രുതി പോവാണ് കേട്ടോ. അങ്ങനെ വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തായാലും ഈ പ്ലാൻ വർക്കൗട്ടായി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ ഏതായാലും തോറ്റെന്ന് സമ്മതിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിനും അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പോൾ വേഗം അവിടുന്ന് എനിക്ക് സ്കൂട്ടാവുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ട ശ്രുതികുമാരി ലക്ഷ്മി, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ജയിക്കുന്നതെന്ന് കാണണമല്ലേ, കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട്, അതെ സംഗീതിൻ്റെ അന്ന് കാണാം നമുക്ക് എന്ന് പറയണേ. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ശ്രുതിയുടെ പ്ലാൻ വിജയിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ആകാശ് വന്നിട്ട്, ശരിയാണോ ചേച്ചി, സംഗീതത്തിനായിട്ടും സമ്മതിച്ചോ? അതെ ആകാശ്, എല്ലാം ശ്രുതി പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പോൾ മോഹനങ്ങൾ പറയുന്നുണ്ട്, ശ്യാമേ എല്ലാം അറിഞ്ഞില്ല, അഞ്ജലി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ അറിഞ്ഞു, സംഗീതത്തിന് അളിയൻ സമ്മതിച്ച കാര്യം ഒക്കെ വിശദമായിട്ട് അഞ്ജലി പറഞ്ഞു, എല്ലാവരും കൂടി അളിയനെ സമ്മതിപ്പിച്ചെടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് ഞങ്ങളൊന്നുമല്ല, ശ്രുതി എന്ന ഒറ്റ ആളുടെ പ്ലാൻ കൊണ്ടാണ് ഇത് സാധ്യമായത് എന്നൊക്കെ പറയട്ടെ അഞ്ജലി. ആ സമയത്ത് നമ്മുടെ ശ്രുതി പോവാൻ വേണ്ടിയിട്ട് ബാഗും എടുത്തിട്ട് വരികയാണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്യാം ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.